ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റ് ക്രാഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബൈ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു പ്രൈസിൽ നമുക്ക് ഏതൊക്കെ പ്രോജക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 92,000 USD, 93,000 USD റേഞ്ചിലോട്ട് ഡൗണിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് 95,000 USD ആണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഡൗൺ ആയതനുസരിച്ച് സ്ട്രോങ് സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ ലൈറ്റ് കോയിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ തന്നെ വേരിയേഷൻ വന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ലൈറ്റ് കോയിൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബൈ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. ഇനി ഈ ഒരു അവസരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ട ആരാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ സ്കാൽപ്പ് ചെയ്യുന്ന ട്രേഡേഴ്സ് മാക്സിമം ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിക്കുക. എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ ഉണ്ട്. അതനുസരിച്ച് നല്ല രീതിയിൽ സ്കാൽപ്പ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ്, വോളിയം ഉള്ള ടൈം മാത്രം ക്രിപ്റ്റോയിൽ വന്നിട്ട് നിങ്ങൾ സ്കാൽപ്പ് ചെയ്യുക. അല്ലാത്ത ടൈം വന്നിട്ട് സ്കാൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിസ്ക് കൂടുതലാണ് ആ ഒരു ടൈം. പക്ഷേ ഈ ഒരു ടൈമാണെങ്കിൽ നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് ആവട്ടെ, നിങ്ങളുടെ റിസ്ക് ആവട്ടെ, നിങ്ങൾക്ക് കുറവാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ടേക്ക് പ്രോഫിറ്റ്, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റിയ ടൈമാണ്. കാരണം വോളിയം കൂടുതലുള്ള ടൈം മാത്രം യൂസ് ചെയ്യുക, അല്ലാത്ത ടൈം ഒരു ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നതല്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷിലോട്ട് വന്ന് സ്ട്രോങ് സപ്പോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എതീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡൗണിൽ വന്നിട്ടുണ്ട്. ഓക്കെ, എതീരിയത്തിൻ്റെ പ്രൈസ് ഏകദേശം 3,200 നിന്നും 2,200, 1000 USD വ്യത്യാസത്തിലോട്ട് നമ്മുടെ എതീരിയത്തിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട്. എന്നാൽ BNBയുടെ പ്രൈസ് വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ BNBയുടെ പ്രൈസ് നല്ല രീതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. 675 നിന്നും ഏകദേശം 500 വരെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 500 വരെ പെട്ടെന്ന് ഡൗൺ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ സൊളാന നോക്കുകയാണെങ്കിൽ 195 USD ആണ് ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്നത്. നേരത്തെ 300 USD പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡൗൺ എന്ന രീതിയിൽ മാർക്കറ്റ് 195 USD ആണ് നിൽക്കുന്നത്. ഇനി CET ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും CET ആണ് നമുക്ക് ആദ്യം പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴും CET ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബൈ ചെയ്യാം. നേരത്തുള്ള എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞിട്ട്. റിസ്ക് നിങ്ങൾക്ക് 200% ആണ്, റിവാർഡും 200% ആണ്. പക്ഷേ റിസ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 200%-ന് താഴെ വരെ വേണമെങ്കിൽ വരാം, 300-350% വരെ വേണമെങ്കിൽ വരാം. പക്ഷേ റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 200 അല്ലെങ്കിൽ 250%, അതിനപ്പുറം പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ CET താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. അടുത്ത് പറയാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷിബ ഇപ്പോഴും ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് നമ്മുടെ CETക്കും ഷിബയ്ക്കകത്തും മറ്റുള്ള പ്രോജക്റ്റിനെ അപേക്ഷിച്ച് ആൾട്ട് കോയിൻസിനെ കമ്പയർ ചെയ്യുമ്പം കുറവായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് നേരത്തെ ഇതുവരെ ബൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി നിങ്ങൾ ബിഗിനറാണ്, നേരത്തെ ഇതുവരെ ബൈ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ പ്രോഫിറ്റ് പലതും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ CET ഷിബ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാർഡിനകത്ത് ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഡിന് ഏകദേശം 0.60 താഴെ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബൈ നിങ്ങളുടെ അടുത്ത് കാർഡിനോ പണ്ട് പറഞ്ഞത് 0.40 താഴെയാണ്. അതിനുശേഷം നമ്മുടെ കാർഡിനോ എന്ന് പറയുന്ന 1.30 പോയി. അതിനുശേഷമാണ് ഇപ്പോൾ 0.68 നിൽക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ 68 വേണമെങ്കിൽ 0.68 ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും 0.40 താഴെ വരെ നമ്മുടെ കാർഡിനോ വേണമെങ്കിൽ വരാം. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് XRP ഏകദേശം 1.83 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2.33 നിൽക്കുന്നത്. XRP ഇനി മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ വീണ്ടും ഏകദേശം 1 USDക്ക് താഴോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർജ് 0.010 ബൈ ചെയ്യാം. ഇപ്പോൾ 0.050 ആണ് നിൽക്കുന്നത്. വീണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ആവറേജ് ബൈ വേണമെങ്കിൽ വെർജിലോട്ട് വേണമെങ്കിൽ പോകാം. എന്നാൽ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആയിട്ടില്ല. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു ക്രാഷിലോട്ട് ഇനി ഗോൾഡിൻ്റെ പ്രൈസ് വരികയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ ക്രാഷിലോട്ട് വീഴുന്നതായിരിക്കും. അതനുസരിച്ച് ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും ക്രാഷിലോട്ട് പോകുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ അകത്ത് നല്ല രീതിയിൽ മാനിപ്പുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രം പ്രോഫിറ്റ് ട്രേഡ് ചെയ്യുന്നവർ പ്ലേ ചെയ്യുക. അല്ലെങ്കിൽ റിസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് മൊത്തം വാഷ് ഔട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അത്രയും വലിയ രീതിയിൽ വേണമെങ്കിൽ വേരിയേഷൻ വരാം. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രൈ ചെയ്യുക.
EOS ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ചിൽ 0.56 ആണ്. ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ EOS ഇതുവരെ ബൈ ചെയ്തിട്ടില്ല, ബിഗിനർ ആണെങ്കിലും ബൈ സ്റ്റാർട്ട് ചെയ്യാം 0.56. ഇനി ഡൗൺ എന്ന് പറയുന്നത് 0.40, 0.30 അടുപ്പിച്ച് ഇനി നമ്മുടെ EOS വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ട്രോൺ ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിസ്ക് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ 0.21 ആണ് എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ 0.10 അടുപ്പിച്ച് വീണ്ടും വേണമെങ്കിൽ ട്രോൺ പോകാം. അതുകൊണ്ട് 50-50 ചാൻസ് ആണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഇനി ബാറ്റ് എന്ന് പറയുന്നത് ബാറ്റും സിലിക്കയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ പ്രൈസിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബൈ ചെയ്യാം. റിസ്ക് എന്ന് പറയുന്നത് വെറും 100%, 150% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് താല്പര്യമുള്ളവർ ബാറ്റ്, സിലിക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് അയോട്ട എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഏകദേശം അയോട്ട നിങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രൈസ് 0.21 ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് മൂന്നാമത്തെ സൈക്കിളിലാണ് ഇപ്പോൾ അയോട്ട പറയുന്നത്. കാരണം ഒരു സൈക്കിളിൽ നല്ല രീതിയിൽ പലർക്കും പ്രോഫിറ്റ് കിട്ടി. സെക്കൻഡ് സൈക്കിളിൽ 0.60 മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. 0.10 USD ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 0.21 നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അയോട്ട വീണ്ടും ബൈ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ റിസ്ക് എന്ന് പറയുന്ന വീണ്ടും മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞാൽ 0.10 താഴെ 0.06 അല്ലെങ്കിൽ 0.07 വരെ വേണമെങ്കിൽ അയോട്ട വരാം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് താല്പര്യമുള്ളവർക്ക് അയോട്ട ഫോളോ ചെയ്യാം. അടുത്ത് നമ്മുടെ ഫയൽ ടോക്കൺ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 USD ഞാൻ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ലോങ് ടൈമിന് വേണമെങ്കിൽ ഫയൽ ടോക്കൺ ബൈ ചെയ്യാമെന്ന്. അതിനുശേഷം നമ്മുടെ ഫയൽ ടോക്കൺ 8.5 USD വരെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, കണ്ടോ? ഏകദേശം 8.5 USD വരെ നമ്മുടെ ഫയൽ ടോക്കൺ പോയിട്ട് അതേ പ്രൈസ് റേഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ യൂണിസാപ്പിൻ്റെ ടോക്കൺ 8 USD വന്നിട്ടുണ്ടായിരുന്നു. 4 USDക്ക് താഴേക്ക് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിസാപ്പിൻ്റെ ടോക്കൺ താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. 18 USDക്ക് മുകളിൽ പോയിട്ട് ഇപ്പോൾ ഏകദേശം 8 USD റേഞ്ചാണ് നിൽക്കുന്നത്. അടുത്ത എതീരിയം ക്ലാസിക് എന്ന് പറയുന്നത് ഏകദേശം 19 USD ആണ്. പകുതി എതീരിയം ക്ലാസിക് എങ്കിലും ഞാൻ പണ്ട് തൊട്ടേ പറയുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ലോങ് ടൈമിന് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് സിലിക്ക ആയോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സിലിക്കയുടെ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചാണ് 0.013, 0.012 ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 0.035 വരെ നമ്മുടെ സിലിക്ക പോയിട്ട് വീണ്ടും റെസ്റ്റ് എന്ന രീതിയിലോട്ട് അതേ പ്രൈസ് റേഞ്ചിലാണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഗേറ്റ് ടോക്കണൊക്കെ $20 നിൽക്കുന്നത്. ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. കാരണം ഗേറ്റ് ടോക്കണൊക്കെ ഞാൻ 2.5, 3.5 USD പറഞ്ഞതാണ്. പക്ഷേ ഇപ്പം 20 USD ആണ് നിൽക്കുന്നത്. റിസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസ്ക് ഉണ്ട്. ഇത്രയും പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ. അടുത്ത് ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പ്രോജക്റ്റ് 3.78 ആണ് നിൽക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഏകദേശം 1.5 USD, 2 USD ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് ടോൺ പ്രോജക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് ഹെബാർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഞാൻ പറയും ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഏകദേശം ഒരു 75% അല്ലെങ്കിൽ ചിലപ്പോൾ 100% വരെ വേണമെങ്കിൽ ഡൗണിലോട്ട് പോകാം. ഹെബാർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ 0.23 ആണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മുടെ പോളിഗൺ എന്ന് പറഞ്ഞാൽ ജിയോ കോയിനുമായി ബന്ധപ്പെട്ട് പല അപ്ഡേറ്റും വരാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബൂം വേണമെങ്കിൽ ഉണ്ടാകാം. അതനുസരിച്ച് നിങ്ങൾക്ക് 0.30 വേണമെങ്കിൽ നമ്മുടെ പോളിഗൺ വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇനി അടുത്ത് ആർബിട്രം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 0.42 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനേക്കാൾ ഞാൻ പറയും ആർബിട്രത്തിനേക്കാൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ CRO എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് 0.10 USD റേഞ്ചാണ് നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. 0.08 ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.07 ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 0.24, 0.23 USD എന്തോ പോയിട്ടുണ്ടായിരുന്നു. CRO എന്ന് പറയുന്ന പ്രോജക്റ്റ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഈ ഞാൻ പറഞ്ഞ പ്രോജക്റ്റ്. അടുത്ത് മിക്ക പ്രോജക്റ്റും ഡൗൺ തന്നെയാണ്. പക്ഷേ ഞാൻ ഫാൻഡ് ഇപ്പം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ബൈ ചെയ്യാൻ വേണ്ടി പറയില്ല. ജുപ്പിറ്റർ വേണമെങ്കിൽ 0.85 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഗ്രാഫും ജാസ്മിയും വേണമെങ്കിൽ 0.023 ആണ് ജാസ്മി എന്ന് പറയുന്ന പ്രോജക്റ്റ്. താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. പിന്നെ KCS കോയിൻ, അതായത് KuCoin എന്ന് പറയുന്നത് 12 USD ആണ്. നിങ്ങൾ പകുതിയെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത് ഗലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. പക്ഷേ അതിനേക്കാളും
മിക്ക പ്രോജക്റ്റും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ആൾട്ട് കോയിൻസ് ഡൗൺ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20 ആവറേജ് പറയുകയാണെങ്കിൽ നല്ല പ്രോജക്റ്റ് 20 to 25% വരെ ഡൗൺ ആയിട്ടുണ്ട് പെട്ടെന്ന്. ചില പ്രോജക്റ്റൊക്കെ എന്ന് പറയുന്നത് 50-60% വരെ ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ബൈ ചെയ്യുക. ഇത് കേക്ക് എന്ന് പറയുന്ന പ്രോജക്റ്റ് ബൈ ചെയ്യാം, കാരണം 1.39 ആണ്. ഓക്കെ, ഇത് $1 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ആവറേജ് ബൈ ചെയ്യാം, കാരണം അത് $5 അല്ലെങ്കിൽ $3 ഒക്കെ പെട്ടെന്ന് ചേഞ്ച് ആവാൻ സാധ്യതയുള്ള പ്രോജക്റ്റാണ്. താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ സുഷി നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. സുഷി എന്ന് പറയുന്നത് 0.83 നിൽക്കുന്നത്, കുഴപ്പമില്ല. ഇനി അടുത്ത് നമ്മുടെ മിക്ക പ്രോജക്റ്റും ഡൗൺ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ഞാൻ നല്ല പ്രോജക്റ്റ് എന്ന് അനലൈസ് ചെയ്ത് പറഞ്ഞ മിക്ക പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഇപ്പം എതീരിയം ETHW ഏകദേശം 1.76 നിൽക്കുന്നത്, വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഏകദേശം അടുത്ത് പറഞ്ഞതിനേക്കാൾ 150% വരെ പ്രോഫിറ്റ് തന്ന പ്രോജക്റ്റാണ്. പിന്നെ എന്ന് പറയുന്ന പ്രോജക്റ്റ് വേണമെങ്കിൽ, ഹാർമണി എന്ന് പറയുന്ന പ്രോജക്റ്റ് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. അയോടെക്സ് എല്ലാം നല്ല പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റ് ക്രാഷ് ആയതുകൊണ്ട് റിസ്ക് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസ്ക്കും റിവാർഡും സെയിം ആണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റിസ്ക് കുറവാണ്, റിവാർഡ് നിങ്ങൾക്ക് ഇനി വരാൻ വേണ്ടിയിട്ടുള്ളത് കൂടുതലാണ്. ഓക്കെ, അതായത് വേണമെങ്കിൽ പറയാം ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിലും ഇപ്പോൾ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു 150 ആവറേജ് ആയിട്ടുണ്ട്, 150% ആവറേജ് ആയിട്ടുണ്ട്. പക്ഷേ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 300% പ്രോഫിറ്റിലോട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ ഒരു 50-50 ആയിരുന്നു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ മാർക്കറ്റ് ക്രാഷോടുകൂടി മൊത്തത്തിൽ ഒന്ന് ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിന് ഇനിയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമോ, ഇതിനേക്കാളും ഡൗണിൽ വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഒരു മൊത്തത്തിൽ ഒരു ക്രാഷിലോട്ട് വീഴുകയാണെങ്കിൽ, ബിറ്റ്കോയിൻ്റെ പ്രൈസ് 95,000 നിന്നും ഒരു $10,000 ഒക്കെ ഡൗണിലോട്ട് വരികയാണെങ്കിൽ, വീണ്ടും ആൾട്ട് കോയിൻസ് ഇതിനേക്കാളും നല്ല രീതിയിൽ ഡൗണിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഞാൻ പറയും, നല്ല പ്രോജക്റ്റ് ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ചിൽ എൻ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് നേടാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട്.